തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. നമുക്കൊരു വചനഭാഗം ശ്രവിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 23 വാക്യങ്ങൾ 27 മുതൽ. കപടനാട്ടിക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. നമ്മൾ സുവിശേഷത്തിനകത്ത് ആളുകൾ മറിക്കുമ്പോൾ ഈശോയുടെ ചിത്രം വളരെ സ്നേഹമുള്ള, വളരെ വാത്സല്യം നിറഞ്ഞ, വളരെ കരുണയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, സുവിശേഷത്തിൽ ഈശോ പാപികളുടെയും ചുങ്കക്കാരുടെയും അങ്ങനെ സമൂഹം തള്ളിക്കളഞ്ഞവരുടെയും ഒക്കെ സുഹൃത്തായിരുന്നു. ഈശോ അവരിലേക്ക് കടന്നു എന്ന് അവരിൽ ഒരുവനായി അവരെ സ്നേഹിക്കുകയും വളരെ കരുണയോടുകൂടി അവരോട് സംസാരിക്കുകയും നമ്മൾ വീണ്ടും വീണ്ടും സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഈശോയ്ക്ക് ഒരിക്കലും കൂടെ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരാണ് ഫരിസേയരും സാദുസീസും. അവരെ ഈശോ വിളിക്കുന്നത് കപടനാട്ടിക്കാരെന്നാണ്. ഒരുപക്ഷെ നമ്മളൊന്നും ഒരിക്കലും ഈശോയുടെ നാവിൽ നിന്ന്, ഈശോയുടെ വായിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വാക്കുകളാണ് ഈശോ അവരെ നോക്കിക്കൊണ്ട് പറയുന്നത്. നിങ്ങൾ കപടനാട്ടിക്കാരാണ്, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈശോ അവരോട് ഇത്ര കർക്കശത്തോടെ, ഇത്ര കഠിനമായ വാക്കുകൾ പറഞ്ഞതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കാം. അതിനുള്ള ഒരു കാരണം ഇതാണ്: അവരുടെ അകത്തൊന്നായിരുന്നു, പുറത്തവർ കാണിച്ചത് മറ്റൊന്നായിരുന്നു. കപടനാട്യം, വെള്ളയടിച്ച കുഴിമാടങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഒരിക്കലും ഇടപെടാൻ സാധിക്കാത്തൊരു മേഖല എന്ന് പറയുന്നത് അതാണ്. അകമേ ഒന്നും പുറമേ മറ്റൊന്നും കാണിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 4 വായിക്കുന്നുണ്ട് സമരിയാക്കാരി സ്ത്രീയുടെ കഥ. അവൾ ആ വെള്ളം കോരാനായിട്ട് ആ കിണറ്റിൻ്റെ കരയിലേക്ക് വന്നപ്പോൾ അവൾ ഒരു മാസ്ക് ധരിച്ചു, ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് അവൾ വന്നത്. പുറമേ എല്ലാവരും കണ്ടാൽ ഒരു കുഴപ്പവുമില്ലാത്ത വ്യക്തി. പക്ഷേ ഈശോ അവളുടെ ഹൃദയം കണ്ടു. നമ്മുടെ ദൈവം ഹൃദയം കാണുന്ന ദൈവമാണ്. നമുക്കൊരു പക്ഷേ മറ്റുള്ളവരെ കബളിപ്പിക്കാം. എനിക്ക് മറ്റൊരാളെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എനിക്ക് എന്നെ തന്നെ കബളിപ്പിക്കാം. പക്ഷേ എനിക്കൊരിക്കലും എൻ്റെ ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധിക്കില്ല. ദൈവം ആ സമരിയക്കാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ പോയി നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, നീ അവരെ പോയി വിളിച്ചു കൊണ്ടുവരിക. ഈശോ ഒരു തരത്തിൽ അവളുടെ മുഖം മൂടി വലിച്ചു കീറുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരുപക്ഷെ എന്തുകൊണ്ടാണ് നിനക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളൊക്കെ മുഖംമൂടി ധരിക്കുന്നുണ്ടായിരിക്കാം. ആ മുഖംമൂടികൾ എടുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൺലി ദ റിയൽ യു ക്യാൻ മീറ്റ് ദ റിയൽ ഗോഡ്. നമ്മൾ മുഖംമൂടി ധരിച്ച് ഒരിക്കലും ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ പലവിധത്തിലുള്ള കപടനാട്യ പ്രവൃത്തികളുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ മുഖംമൂടി ധരിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഹൃദയം കാണുന്ന ദൈവത്തിന് മുമ്പിൽ ഹൃദയശുദ്ധിയോടെ നമുക്ക് വരാം. നമ്മുടെ ഉള്ളിൽ കുറവുകളുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഏറ്റു പറയാം. നമുക്ക് പാപബോധത്തോടുകൂടി പശ്ചാത്താപത്തോടെ ദൈവത്തിന് മുമ്പിൽ വന്ന് ദൈവമേ ഇതാണ് ഞാനെന്ന് പറയുകയാണെങ്കിൽ ദൈവം അവിടെ നമ്മളിൽ കടാക്ഷിക്കും.
ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ മുഖംമൂടികൾ കീറിക്കളയുവാൻ, വലിച്ചു കീറിക്കളയുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. ദ റിയൽ യു മീറ്റ്സ് ദ റിയൽ ഗോഡ്. നമുക്ക് നമ്മുടെ യഥാർത്ഥമായ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമായി മാറട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം